എന്തിനാണ് ചേന്നമംഗലത്ത് നിന്നും മാളയിൽ നിന്നും ലോകത്തിലെ 130 രാജ്യത്ത് നിന്നും യഹൂദനെ ദൈവം മടക്കിക്കൊണ്ടുപോയത്? ഒരിക്കൽ അവൻ പറഞ്ഞു, ഞങ്ങൾക്കവനെ വേണ്ട, അവനെ ക്രൂശിക്കാമെന്ന് ഇവരുടെ പിതാക്കന്മാർ ഒരിക്കൽ പറഞ്ഞു. നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് പറഞ്ഞു. ഹിറ്റ്ലർ മാത്രം അവരുടെ മക്കളിൽ 15 ലക്ഷത്തെ ഗ്യാസ് ചേമ്പറിൽ കയറ്റിക്കൊന്നു. 15 ലക്ഷം പിഞ്ചോമനുകളെ കൊന്നു. അവർ പറഞ്ഞു, നിന്റെ രക്തം ഞങ്ങളുടെ മേൽ വരട്ടെ, ഞങ്ങൾക്ക് അവനെ വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ബറബ്ബാസിനെയാണ്. അവരുടെ വായി കൊണ്ട് അവനെ ഏറ്റുപറയാതെ അവൻ മടങ്ങി വരില്ല. എങ്ങനെ സംഭവിക്കും? ഇനിയുള്ള സമയം ആ വിഷയത്തിലേക്ക് ഞാൻ പോവുകയാണ്. ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം എടുത്താട്ടെ, യേശുക്രിസ്തു പറഞ്ഞ വാക്ക് തന്നെ നോക്കിയാട്ടെ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നിങ്ങൾ എടുത്താട്ടെ. 2 വേദഭാഗം ഞാൻ കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അവസാനമായി ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രൻ അവരോട് പറയുന്ന വാക്കാണ്, യഹൂദനോട് പറയുന്ന വാക്ക്. അതിൻ്റെ 38-ഉം 39-ഉം വാക്യം, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ വാക്ക് കണ്ടോ? അവർ പറയണം അവരുടെ വീട് ശൂന്യമാകും. എത്ര സത്യം, എത്ര കൃത്യം. 2000 വർഷമായി അവരുടെ ഭവനങ്ങൾ ശൂന്യമായി, അവിടെ പാർക്കാൻ ആളില്ല. മാത്രമല്ല, ദൈവപുത്രൻ പറഞ്ഞ വാക്കോർക്കണം, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങൾ പറയണം. നിങ്ങളത് പറഞ്ഞെങ്കിലേ ഇനി നിങ്ങൾ എന്നെ കാണുകയുള്ളൂ. മറ്റൊരു വാക്യം, ഹോശേയ പ്രവചനം 5-ാം അധ്യായം എടുക്കാം. സൗരന്മാരെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബൈബിള് ഒരത്ഭുത ഗ്രന്ഥം. സ്തോത്രം. സ്വർഗത്തിൽ സ്ഥിരമാക്കിയ ഗ്രന്ഥം, ദൈവത്തിൻ്റെ വചനം, മനുഷ്യനെ ജ്ഞാനിയാക്കുന്ന പുസ്തകം. അവൻ പറഞ്ഞു, ഇതിൽ അന്വേഷിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ അന്വേഷിക്കുന്നതൊക്കെ കണ്ടെത്തും. മാനവരാശിക്ക് അവൻ്റെ ജിജ്ഞാസയ്ക്ക് അറുതി വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയതാണ് ഈ പ്രവചനവാക്യങ്ങൾ. ഹോശേയ പ്രവചനം 5 അതിൻ്റെ 15-ാം വാക്യം ഞാൻ വായിക്കാൻ പോവുകയാണ്. പ്രവചനാത്മാവിൽ ദൈവത്തിൻ്റെ പുത്രൻ അവരോട് സംസാരിക്കുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ്, അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളും ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിലിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. വാക്ക് കണ്ടോ? അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുന്നത് വരെ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിലിരിക്കും. അവർ കുറ്റമേറ്റു പറയണം, അതുവരെ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിലിരിക്കും. അടുത്തായിട്ട് പറഞ്ഞു, അവരുടെ കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ഈ രാത്രിയിൽ ഗൗരവമായി ആ ഭാഗം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ആധുനിക പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും സങ്കീർണമായി കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നതല്ല, എൻ്റെ അഭിപ്രായമല്ല, വേദപുസ്തക പ്രവചനം മാത്രം ഞാൻ പറയുന്നു. ബുദ്ധിയുള്ളവർ, ചിന്തിപ്പാൻ കഴിവുള്ളവർ അത് പിടിച്ചുകൊള്ളുക, ഗ്രഹിച്ചുകൊള്ളുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ രേഖപ്പെടുത്തി, അവരുടെ കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ജെരമ്യാ പ്രവചനം എടുക്കാൻ വീണ്ടും നമുക്ക് ഈ വാക്യത്തിൽ തിരിച്ചു വരണം. എന്നാൽ അവരുടെ കഷ്ടത എന്ന് ദൈവം പറഞ്ഞു. നമുക്കൊന്ന് നോക്കാം. ഇസ്രയേലിൽ മടങ്ങി വന്നു, അവരൊരു രാജ്യമായി. ഇനി എന്താ നടക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. യെരമ്യാ 30. പ്രിയപ്പെട്ട നിങ്ങളോട് ആത്മാർത്ഥ ഹൃദയത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ചരിത്രത്തിൻ്റെ ഒരു നിർണായക സമയത്താണ് ഞാനും നിങ്ങളും. യെരമ്യാ 30 യഹോവയിൽ നിന്ന് യെരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ,
ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന സകല വചനങ്ങളും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. സൗരന്മാരെ, ഞങ്ങളെ കേൾക്കുന്ന സൗരന്മാരെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2500 വർഷം മുമ്പ്, ഇന്നേക്ക് 2500 വർഷം മുമ്പ് ദൈവം പറഞ്ഞു എഴുതി വെക്കുക ഒരു പുസ്തകത്തിൽ. എന്താ എഴുതി വെക്കാൻ പറഞ്ഞത്? 3-ാം വാക്യം, ഞാൻ ഇസ്രായേൽ യഹൂദമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം വരുത്തുവാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ആ വാക്ക് കണ്ടോ? ആ വാക്ക് കണ്ടോ? 2500 വർഷം മുമ്പ് ചരിത്രത്തിന്റെ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടം ദൈവം ചൂണ്ടിക്കാണിച്ചു. അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് തന്നെ അവരെ മടക്കി വരുത്തുന്ന ഒരു കാലം വരും. ഈ രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന, മാളയുടെ മാർവിലിരുന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രബുദ്ധരായ ജനങ്ങളോട് ഓർപ്പിക്കട്ടെ, 2500 വർഷം മുമ്പ് ദൈവം ചരിത്രത്തിലൊരു കാലഘട്ടം ചൂണ്ടിക്കാണിച്ചു. ഇങ്ങനെയൊരു നാൾ വരും. എങ്ങനെ? അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് തന്നെ അവരെ മടക്കി കൊണ്ടുവരുന്നൊരു കാലം വരും. വന്നോ? വന്നോ? നിങ്ങൾ മറുപടി പറയുക, ഈ പറഞ്ഞ വാക്യം സത്യമായോ? ആയി, അവരെ മടക്കി കൊണ്ടുവന്നു. ദൈവത്തിന്റെ നീട്ടിയ ഭുജം കൊണ്ട് അവരെ മടക്കി കൊണ്ടുവന്നു. അത് നിവർത്തിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ സംഭവിക്കുന്നത്? നോക്കിയാട്ടെ, 4-ാം വാക്യം, യഹോവ ഇസ്രായേലിനെയും യഹൂദയെയും കുറിച്ച് അരുളി ചെയ്ത വചനങ്ങളാവത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നാം നടുക്കത്തിന്റെ മുഴക്കം കേട്ടിരിക്കുന്നു, സമാധാനമല്ല, ഭയമത്രയുള്ളത്. പുരുഷൻ പ്രസവിക്കാറുണ്ടോ? ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏത് മുഖം വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നതെന്ത്? ഇസ്രായേൽ മടങ്ങി വന്ന ശേഷം ദൈവം ചോദിക്കുകയാണ്, അടുത്തത് നോവ് കിട്ടിയ സ്ത്രീയെ പോലെ പുരുഷന്മാർ എളിക്ക് കൈ കൊടുത്ത് തുറിച്ച മുഖവുമായി നിൽക്കുന്നത് എന്താണ്? എന്താണ്? ഇതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നു, യാക്കോബിന്റെ കഷ്ടകാലം. സൗരന്മാരെ, എന്നാൽ അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് യാക്കോബിന് കഷ്ടകാലം, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഹോശേയ 5:15 എന്താ വായിച്ചേ? അവരുടെ കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, യാക്കോബിന് കഷ്ടകാലം. സഹോദരന്മാരെ, സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, അടുത്തതായി ദൈവവചനത്തെ ആധാരമാക്കി ഞാൻ പറയട്ടെ, അടുത്തതായി നടക്കേണ്ടത് യാക്കോബിന് കഷ്ടകാലം. മാളയിൽ നിന്നും ചേന്നമംഗലത്ത് നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും പറവൂരിൽ നിന്നും 130 രാജ്യത്ത് നിന്നും മടങ്ങിപ്പോയ യഹൂദനുണ്ടല്ലോ, അവന് ദൈവം പറയുകയാണ്, അവനൊരു കഷ്ടകാലം വരികയാണ്. ആ കഷ്ടകാലത്തെ കുറിച്ച് ദൈവം എഴുതി, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായ കഷ്ടം. നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായി 24:21 പറഞ്ഞു, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം. ഹിറ്റ്ലർ 60 ലക്ഷത്തെ കൊന്നു. ഇതിന്റെ മുന്നിൽ അതൊന്നുമല്ലേ. ഈ പറയുന്ന കഷ്ടത്തിന് മുന്നിൽ അതൊന്നുമല്ല. കേരളത്തിൽ ഇനി 13-ൽ താഴെ യഹൂദന്മാരുള്ളൂ. ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അറിയില്ല. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ പറയട്ടെ, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അടുത്തതായി ഇസ്രായേൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഭയാനകമായ കഷ്ടത്തിലേക്ക് കടന്നു പോകാൻ പോവുകയാണ്. യാക്കോബിന് കഷ്ടകാലം. അന്ന് ഈ വാക്യങ്ങളെ ആധാരമാക്കി ഞാൻ പറയും, അമേരിക്കയും ഇസ്രായേലിനെ കൈവിടും. ഒരു രാജ്യവും അവർക്കില്ല. ഞാൻ ഈ വാക്യങ്ങളെ ആധാരമാക്കിയാണ് ആ അധ്യായത്തിൻ്റെ 13ഉം
14 വാക്യം നോക്കുകയും നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ലേ? നിന്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറന്നിരിക്കുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ലേ? കഴിഞ്ഞ 2016 ഡിസംബറിൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇസ്രായേലിന് വിരോധമായി ഒരു പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ, നോക്കിയാട്ടെ, ഇസ്രായേലിന് വിരോധമായി പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ അമേരിക്ക അവർക്ക് വേണ്ടി വാദിച്ചില്ലേ? ബാരക് ഒബാമയുടെ ആലോചന പ്രകാരം ഇസ്രായേൽ മൗനമായിരുന്നപ്പോൾ ഈ വചനത്തിൽ പറഞ്ഞ പോലെ നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ലാതെ വന്നു. 15 അംഗങ്ങളുള്ള സെക്യൂരിറ്റി കൗൺസിൽ 11 പേരും അവർക്കെതിരായി വോട്ട് ചെയ്തു. അമേരിക്ക മൗനമായിരുന്ന് ചരിത്രത്തിൽ ആദ്യമായി അത് പാസാക്കിയെടുത്തു. ഓ യെസ്, വചനം പറഞ്ഞത് കണ്ടോ? ഇന്നേക്ക് 2500 വർഷം മുമ്പ് നിന്റെ സ്നേഹിതൻ നിന്നെ മറക്കും, നിനക്ക് വേണ്ടി ആരുമില്ലാതെ വരും, ഇത് വർദ്ധിക്കും. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നു. അങ്ങനെ പല പ്രസിഡന്റുമാർ പറഞ്ഞു, ആരും ഒന്നും ചെയ്തില്ലേ? കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ച പോലെ അമേരിക്കക്ക് ഇസ്രായേലിനെയാണ് വേണ്ടിയത്, അവരുടെ ടെക്നോളജിയാണ് വേണ്ടിയത്. അവരുടെ വിമാനം പറപ്പിക്കണമെങ്കിൽ, അവരുടെ റോക്കറ്റുകൾ വർക്ക് ചെയ്യണമെങ്കിൽ, അവരുടെ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിക്കണമെങ്കിൽ ഇസ്രായേലിന്റെ ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധി വേണം. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു, ഇസ്രായേലിന്റെ അമേരിക്കയുടെ അകത്ത് ആന്റി സെമിറ്റിസിസം, ഇസ്രായേലിന് വിരോധമായ മനോഭാവം നാളുകൾ കഴിയുമ്പോൾ വർദ്ധിക്കുകയാണ്. പലസ്തീൻ പ്രശ്നമാണ് അത് വർദ്ധിക്കുന്നത്. സഹോദരന്മാരെ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നമുക്ക് അവസാനം മടങ്ങി വരാം. ഹോശേയ 5:15 2 അധ്യായങ്ങൾ. എങ്ങനെ അത് ഈ ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കുമെന്ന് എനിക്കറിയില്ലേ. എന്നാൽ നിങ്ങളോട് ഞാൻ പറയാം, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരോട് പറയട്ടെ, ഇന്നത്തെ പത്രവാർത്ത മനോരമ കയ്യിലെടുക്കുമ്പോൾ, മാതൃഭൂമി കയ്യിലെടുക്കുമ്പോൾ, ഹിന്ദു പത്രം കയ്യിലെടുക്കുമ്പോൾ അവർ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ ഏതാണ്ട് 2500 വർഷം മുമ്പ് വേദപുസ്തകത്തിൽ പ്രിന്റ് ചെയ്ത് വെച്ചു. എവിടെയാണെന്ന് ചോദിക്കും. എടുത്താട്ടെ 2 അധ്യായം എസെക്കിയേൽ പ്രവചനം 35-36 വാക്യം. എസെക്കിയേൽ 35-36 വാക്യം. പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാനത് പറയട്ടെ. ക്രിസ്ത്യാനികളിൽ പോലും ഏറിയ പങ്കും അത് മനസ്സിലാക്കുന്നില്ല. ദൈവം ഇസ്രായേലിനോടല്ല സംസാരിക്കുന്നത്. 35 അധ്യായത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം സംസാരിക്കുന്നത് സൈർ പർവ്വതത്തിന് നേരെ മുഖം തിരിക്കണം. ആരാണ് സൈർ പർവ്വത നിവാസികൾ? സൈർ പർവ്വതത്തിൽ വസിക്കുന്നത് മറ്റാരുമല്ല, ആവർത്തനം 2 ആദ്യത്തെ 5 വാക്യം ഞാൻ ഏശാവിൻ്റെ വംശത്തിന് കൊടുത്തിരിക്കുന്നു. സൈർ പർവ്വതത്തിൽ വസിക്കുന്നത് ഏശാവിൻ്റെ വംശം. അവരെവിടെ വസിക്കുന്നത്? ജോർദാൻ്റെ തെക്ക് ഭാഗത്ത്. ഇവിടെ ഒരു മാപ്പ് കാണിക്കും. ആ മാപ്പ് നോക്കിയാൽ പ്രത്യേകം കാണാൻ കഴിയും. ഇസ്രായേലിന്റെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ് ജോർദാൻ. അതിൻ്റെ ഏറ്റവും താഴോട്ട് വരുമ്പോൾ പെട്ര മുതലായ സ്ഥലങ്ങളുള്ള ഒരു പ്രദേശമുണ്ട്, കിങ്ഡം ഓഫ് എഡോം. ഈ ചിത്രം വളരെ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ രാഷ്ട്രം നമുക്കറിയാം, അതോട് ചേർന്ന് കിടക്കുന്നു ജോർദാൻ. ജോർദാൻ്റെ തെക്ക് ഭാഗം, അവിടെയുള്ള രാജ്യമാണ് ഏദോം, ഏശാവിൻ്റെ വംശം. 35 അധ്യായം ഏശാവിൻ്റെ വംശത്തോട് പറയും. എന്നാൽ 36 അധ്യായം എടുത്തേ. എൻ്റെ സഹോദരന്മാരെ, എൻ്റെ മുന്നിലുള്ള പരിമിത സമയം അനുവദിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഞാൻ പറഞ്ഞുതരാം. ആ ഭാഗങ്ങൾ ആരെക്കുറിച്ച് പറയുന്നു എന്ന് ഞാൻ പറയാം. നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങൾ കഥ കടച്ചിട്ടിരുന്ന് ഈ വേദപുസ്തകം ഓർത്തുവെച്ച് ഈ അധ്യായം വായിക്കുക, വീണ്ടും വായിക്കുക.
പിന്നെ മുട്ടയിൽ നിന്ന് വായിക്കുക, ദൈവത്തിൻ്റെ പ്രകാശം കടന്നു വരുന്ന കാണാം. ഇന്നത്തെ പത്രവാർത്തയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താ ദൈവം പറയുന്നത്? നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയണം. എൻ്റെ സഹോദരന്മാരെ, ഇസ്രായേലിനോട് പറയണമെന്നല്ല പറഞ്ഞത്. എന്തിനാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത്? ഇസ്രായേൽ പർവ്വതങ്ങളോട് പറയണം. യെസെക്കിയേലിൽ 18 പ്രാവശ്യമുണ്ട്. 18 പ്രാവശ്യം ഇസ്രായേൽ പർവ്വതങ്ങളോട് പറയണം. ഏതാണ് ഇസ്രായേൽ പർവ്വതം? നോക്കിക്കാട്ടെ. ഇസ്രായേലിൻ്റെ മധ്യഭാഗത്തായി ഇന്ന് ബ്രിട്ടീഷുകാർ പേര് കൊടുത്തൊരു സ്ഥലമുണ്ട്, വെസ്റ്റ് ബാങ്ക്. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഈ 36-ാം അധ്യായമാണ്. ഇസ്രായേലിന്റെ മാർവിലോട്ട് കയറിക്കിടക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിന് വേദപുസ്തകം പറയുന്ന പേര് വെസ്റ്റ് ബാങ്ക്. അതിൻ്റെ തെക്ക് ഭാഗം ജൂഡിയ, വടക്ക് ഭാഗം ശമരിയ. ജൂഡിയ, ശമരിയ പർവ്വത നിരകളാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ദൈവം എന്തിനാണ് ഇസ്രായേലിനോട് പറയണമെന്ന് പറയാതെ ഇസ്രായേൽ പർവ്വതങ്ങളോട് പറയണം? ദൈവം പേര് മാറ്റത്തില്ല. ദൈവം പുരാതന പേരാണ് പറയുന്നത്. ദൈവം പറയുകയാണ് ഇസ്രായേൽ പർവ്വതങ്ങളോട് പറയണം. എൻ്റെ സഹോദരന്മാരെ, വെസ്റ്റ് ബാങ്കിന്റെ മധ്യത്തിലാണ് യെരുശലേം എന്ന് പറയുന്ന അവരുടെ വിശുദ്ധ പട്ടണം. ഈ 36-ാം അധ്യായം എൻ്റെ കേൾവിക്കാരോട് പറയട്ടെ, ഇസ്രായേലിനോടല്ല പറയുന്നത്, ഇസ്രായേൽ പർവ്വതങ്ങളോടാണ്. ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കിനോട് പറയുന്നു. 1948 യുദ്ധം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ അറബികൾ പിടിച്ചെടുത്തു. ഞാൻ ഇനി വായിക്കുന്നത് നോക്കിക്കോണം. നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയണം. ഇസ്രായേൽ പർവ്വതങ്ങളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ശത്രു നിങ്ങളെ കുറിച്ച് നന്നായി, പുരാതനഗിരികൾ ഞങ്ങൾക്ക് കൈവശമായി. 48 ഇസ്രായേൽ സ്വതന്ത്രമായപ്പോൾ അവർ അറബികൾ പിടിച്ചെടുത്തു ഈ പറയുന്ന ഈ പർവ്വത നിരകൾ. എന്നാൽ ദൈവം പറഞ്ഞു, ഇല്ലില്ല, അവർ പിടിച്ചെടുത്തു. അവർ പറഞ്ഞു ഞങ്ങളുടെ ഭൂമിയാണ്. ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല. 5-ാം വാക്യം, ജാതികൾ ശേഷിച്ചവരോടെല്ലാം ഏദോമ്യരോടും ഞാൻ നിശ്ചയമായി എൻ്റെ തീഷ്ണാക്തി സംസാരിക്കും. അവർ എൻ്റെ ദേശത്തെ തങ്ങൾക്ക് അവകാശമായി നിയമിച്ചു. ദൈവത്തിന്റെ ദേശമാണ്, ഇസ്രായേലിന്റെ മധ്യഭാഗമാണ് വെസ്റ്റ് ബാങ്ക്. ഇസ്രായേൽ പർവ്വത നിരകൾ അവരുടേതാണെന്ന് അവർ അവകാശപ്പെട്ട് 1948 യുദ്ധത്തിൽ അറബികൾ പിടിച്ചെടുത്ത് 1950 ജോർദാന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. ദൈവം പറയുന്നു എന്താ? ഇല്ലില്ല, എൻ്റെ ജനം വരാൻ അടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാ യഹൂദനെയും ഓടിച്ചു. യഹൂദനില്ല. യഹൂദന്റെ കല്ലറകൾ ഇടിച്ചു പൊട്ടിച്ചു, സിനഗോഗുകൾ തകർത്തു. യഹൂദൻ അവിടെ ഇല്ല. ഇവിടെ വായിക്കുന്നത് പോലെ അതിൻ്റെ 4-ാം വാക്യത്തിന്റെ അവസാനം, കുന്നുകളും തോടുകളും പാഴ്നിലങ്ങളും പാഴായി ശൂന്യ പ്രദേശങ്ങൾ, നിർജ്ജനവും ചുറ്റുമുള്ള ജാതികൾക്ക് ശേഷിച്ചവർക്ക് കവർച്ചയായി അവരത് ശൂന്യമാക്കി. യഹൂദനില്ലാതെ ശൂന്യമാക്കി. എന്നാൽ ഈ സ്ഥലമാണ് ഇന്നത്തെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നം. 6 ദിവസത്തെ യുദ്ധം, ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ യുദ്ധം. അവരുടെ രാജ്യം മുഴുവൻ ശത്രു വളഞ്ഞു. അവരുടെ തെക്ക് ഭാഗം ഈജിപ്തിൻ്റെ 80,000 പടയാളികൾ, ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്ത് സിറിയയുടെ 40,000, ഇസ്രായേലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ജോർദാന്റെ 40,000, സൗദി അറേബ്യയുടെ 25,000, ഇറാഖിൻ്റെ 5,000. ഇസ്രായേലിൻ്റെ കരഭൂമി മുഴുവൻ ശത്രുക്കൾ വളഞ്ഞു. അവരെ 83-ാം സങ്കീർത്തനം അബ്ദുൽ നാസർ അറിഞ്ഞില്ല, വേദപുസ്തകം കോട്ട് ചെയ്യുകയാണെന്ന്. അദ്ദേഹം ഉദ്ധരിച്ചത് ഈ വാക്യമാണ്. അന്ന് റേഡിയോയിലൂടെ അദ്ദേഹം പറഞ്ഞു, 83-ാം സങ്കീർത്തനം 4-ാം വാക്യം, വരുവേൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം അവരെ മുടിച്ചു കളയാം. താഴോട്ട് പേര് പറയുന്നു,
ഇങ്ങനെ ഐകമത്യത്തോടെ ഏദോമ്യരും ഇസ്മായില്യരും അങ്ങനെ അനേക രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ട്. ആ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് അവരെ തുടച്ചു കളയാൻ പോവുകയാണ്. എന്നാൽ ഇസ്രായേൽ ഒരു കാര്യം ചെയ്തു. അവരുടെ സൈന്യാധിപന്മാർക്ക് മനസ്സിലായി, ശത്രു ഞങ്ങളെ അടിക്കുന്നതിന് മുമ്പ് അവരെ അടിച്ചെങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. 1967 പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക്, ഇസ്രായേൽ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ സമുദ്രത്തോട് പറ്റിപ്പറപ്പിച്ച് ഈജിപ്തിന്റെ തുറമുഖത്ത് വന്നപ്പോൾ അത് പാറി പറന്നുയർന്ന് ഏതാണ്ട് 16 എയറോഡ്രോം ബോംബ് ചെയ്തു. ആ പ്രഭാതവേളയിൽ 16 എയർപോർട്ടുകൾ ബോംബ് ചെയ്തു. ശത്രുവിൻ്റെ 444 യുദ്ധവിമാനങ്ങൾ തീർത്തു. 350 ഈജിപ്ഷ്യൻ പൈലറ്റ്സിൻ്റെ 100 പൈലറ്റ്സിനെ ആദ്യ റെയ്ഡിൽ അവർ കൊന്നുകളഞ്ഞു. 3 രാജ്യങ്ങളുടെ എയർഫോഴ്സ് ഇല്ലാതായി. ഈജിപ്തിൻ്റെയും സിറിയയുടെയും ജോർദാന്റെയും 3 രാജ്യങ്ങളുടെ എയർഫോഴ്സിൻ്റെ ശക്തി അവർ ഇല്ലാതാക്കി. വിമാനങ്ങൾ പറന്നുയരാതെ 444 യുദ്ധവിമാനങ്ങൾ യഹൂദന്മാർ അവരുടെ പൈലറ്റുകൾ നശിപ്പിച്ചു. ഈജിപ്തിൻ്റെ 16 എയർപോർട്ടുകൾ തീക്കുണ്ടമാക്കി. 444 യുദ്ധവിമാനങ്ങൾ അവിടെ വെച്ച് തീർത്തു. 2-ാം ദിവസം അവരുടെ പാരട്രൂപ്പ് ഭടന്മാർ യെരുശലേമിൽ കാലുകുത്തി. അന്ന് അവർ വാവിട്ട് കരഞ്ഞു, ഞങ്ങളുടെ പുണ്യഭൂമിയിൽ വന്നു, ഞങ്ങൾ ഇനി ഒരിക്കലും അവളെ വിട്ടുകൊടുക്കില്ല. അനേക അറബി കപ്പലുകൾ ഇസ്രായേൽ യുദ്ധക്കപ്പലുകൾ ടോർപിഡോ ചെയ്തു. 6 ദിവസം യുദ്ധം കഴിയുമ്പോൾ ലോകം ശബ്ദമുയർത്തി, അരുത്, നിർത്തണം, നിർത്തണം, മതി. ഈ വെസ്റ്റ് ബാങ്ക് അവർ പിടിച്ചെടുത്തു. യെരുശലേം അവർ പിടിച്ചെടുത്തു. പുരാതന നഗരം അവർ പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്ത സ്ഥലം അവരുടെ ഭൂമിയാണ്. അവർ പ്രഖ്യാപിച്ചു, 3000 വർഷം പഴക്കമുള്ള ഞങ്ങളുടെ 2ാമത്തെ രാജാവായ ദാവീദ് 500 ശേക്കൽ സ്വർണം തൂക്കിക്കൊടുത്ത് യബൂസ്യരോട് വിലയ്ക്ക് വാങ്ങിയ ഭൂമി ഞങ്ങൾ ഇനി വിട്ടുകൊടുക്കില്ല. ലോകം പറയുകയാണ്, വിട്ടുകൊടുക്കണം. ദാവീദ് 500 ശേക്കൽ സ്വർണം തൂക്കിക്കൊടുത്ത് യബൂസ്യരോട് വിലയ്ക്ക് വാങ്ങിയ ഭൂമി ഞങ്ങൾ ഇനി വിട്ടുകൊടുക്കില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഞാനൊന്ന് കാണിച്ചോട്ടെ. 3 പ്രാവശ്യം ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് ദൈവം പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. എവിടെ വെച്ചാണ്? നമുക്ക് ആ ചിത്രമൊന്ന് ശ്രദ്ധിക്കാം. 3 പ്രാവശ്യം വെസ്റ്റ് ബാങ്കിലാണ് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യം ഉൽപ്പത്തി 12 അതിൻ്റെ 6-7 വാക്യം. അബ്രഹാം ശേഖേമിനും സ്ഥലം വരെയും ഏലോൻ മര വരെയും ദേശത്തുകൂടെ സഞ്ചരിച്ചു. അന്ന് കനാനിയർ ദേശത്ത് പാർത്തു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് ഞാൻ അരുളി ചെയ്തു. എന്നെ സഹോദരന്മാരെ, അബ്രഹാമിന് ദൈവം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് നോക്കുക, വെസ്റ്റ് ബാങ്കിലെ ശേഖേം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുക്കലുള്ള ഏലൽ മോരെ എന്ന് പറയുന്ന സ്ഥലമാണ്. അത് വെസ്റ്റ് ബാങ്കിലുള്ള സ്ഥലമാണ്. നിങ്ങൾ ആ ചിത്രത്തിൻ്റെ ഏതാണ്ട് മോളിൽ ആ വെസ്റ്റ് ബാങ്കിൻ്റെ സ്ഥലം നിങ്ങൾ കണ്ടോ? അതിൻ്റെ ഏതാണ്ട് മോൾ വശത്തിലായിട്ട് വരും. അവിടമാണ് ഈ ശേഖേം ഇവിടെ വായിക്കുന്ന ഏലോൻ മോരെ എന്ന് പറയുന്ന സ്ഥലം. 2ാമത് പ്രത്യക്ഷപ്പെട്ടത് 13-ാം അധ്യായം നോക്കിക്കാട്ടെ. അതിൻ്റെ 3-ാം വാക്യം, ബെഥേലിനും ഹായിക്കും മധ്യത്തിൽ, ബിറ്റ്വീൻ ബെഥേൽ ആൻഡ് ഹായ്. അതും ഇസ്രയേലിൻ്റെ വെസ്റ്റ് ബാങ്കിലുള്ള സ്ഥലമാണ്. ആദ്യം ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഏലൻ മോരെ ശേഖേം എന്ന് പറയുന്ന സ്ഥലം വെളിയിൽ 1 അടയാളപ്പെടുത്തി. 2ാമത് ദൈവം പ്രത്യക്ഷപ്പെട്ടത് ബെഥേലിനും ഹായിക്കും മധ്യത്തിലുള്ള ഹായ് എന്ന് പറയുന്ന സ്ഥലം 2ാമത് പ്രത്യക്ഷപ്പെട്ടു. അവിടെ വെച്ച് ദൈവം വീണ്ടും അവനോട് പറയുന്നു. അതിൻ്റെ 14-ഉം 17-ഉം വാക്യം. ദൈവം അബ്രഹാമിനോട്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും
ശാശ്വതമായി തരും. എൻ്റെ സഹോദരന്മാരെ, ആ വെസ്റ്റ് ബാങ്കിൻ്റെ മധ്യഭാഗത്തിൽ അബ്രഹാം നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു 4 വശത്തും നോക്കുവാൻ. ഇന്ന് UN പറഞ്ഞു അവിടെ നിന്ന് ഇസ്രായേൽ പൊയ്ക്കോണം. ദൈവം പറഞ്ഞു നീ ചുറ്റും നോക്കൂ, ഇത് നിനക്കുള്ളതാണ്, നിന്റെ മക്കൾക്കുള്ളതാണ്. എത്ര കാലത്തേക്കാ? അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശാശ്വത അവകാശം, എറ്റേണൽ കവനൻ, നിത്യ ഉടമ്പടി. തീർന്നില്ല, മൂന്നാമത് പ്രത്യക്ഷപ്പെട്ടു. മൂന്നാമത് ദൈവം പ്രത്യക്ഷപ്പെട്ടത് നോക്കുക. അതിൻ്റെ 15-ാം അധ്യായം എടുത്താട്ടെ. 15-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. എവിടെ വെച്ചാണത്? ഹെബ്രോനിൽ വെച്ചാണ്. ഹെബ്രോനിൽ വെച്ചാണ്. ആ വാക്യം നോക്കിയാട്ടെ. 17-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യം. 7-8 വാക്യം. ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും നിന്റെ ദൈവമായിരിക്കേണ്ടതിന്. അതിൻ്റെ 8-ാം വാക്യം. ഞാൻ നിനക്ക് നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന കനാൻ ദേശം തന്നിരിക്കുന്നു. മൂന്നാമത് ആ ഭാഗം നോക്കിയാട്ടെ. അവിടെ രേഖപ്പെടുത്തിയ വാക്യങ്ങൾ നോക്കുക. ഹെബ്രോനിൽ വെച്ചാണ്, വെസ്റ്റ് ബാങ്കിൽ. ഈ രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്നവരോട്, വാർത്തകൾ ശ്രദ്ധിക്കുന്ന, വാർത്തകൾ വായിക്കുന്ന, ആധുനിക പത്രത്തിൻ്റെ വാർത്തകൾ സസനത്വം സൂക്ഷിക്കുന്ന, മാളയിൽ വസിക്കുന്ന ബുദ്ധിയുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, രാജ്യങ്ങളെ വേർതിരിക്കും മുമ്പ്, ലോകത്തിൽ ഇസ്ലാമിക് അറബി രാജ്യങ്ങൾ ഉണ്ടാകും മുമ്പേ അബ്രഹാമിനെ വിളിച്ചിറക്കി വെസ്റ്റ് ബാങ്കിന്റെ 3 സ്ഥലത്ത് നിർത്തി അവനോട് തല ഉയർത്തി ചുറ്റും നോക്കാൻ പറഞ്ഞു. ആ സ്ഥലം നിനക്കും നിന്റെ സന്തതിക്ക് ഞാൻ ശാശ്വതമായി തന്നിരിക്കുകയാണ്. ഇതിലെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുന്നു? കഴിഞ്ഞ ഡിസംബർ 2016 UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടി അവരുടെ കെട്ടിടങ്ങൾ പണിയുന്നത് നിർത്തണം, അവിടെ നിന്നവർ മാറണം. 67 യുദ്ധത്തിലാണ് അത് പിടിച്ചെടുത്തത്. മടങ്ങി വന്നാട്ടെ, എസെക്കിയേൽ 36 വന്നാട്ടെ. എൻ്റെ സഹോദരന്മാരെ, ബുദ്ധിയുള്ള മാളയുടെ നിവാസികളെ, ദൈവത്തിനറിയാം, ദൈവത്തിനറിയാം രാഷ്ട്രീയം. മനുഷ്യൻ രാഷ്ട്രീയമായും സാമ്പത്തികമായും ലോകത്തിന്റെ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ പാവപ്പെട്ട ഒരു കൂട്ടം ദൈവജനമുണ്ട് ഭൂമിയിൽ. അവർക്ക് പ്രവചനങ്ങളെ ആധാരമാക്കി വിലയിരുത്തുവാൻ അറിയാം. യെസ്, ഞാനൊന്നുകൂടെ ഊന്നി പറയട്ടെ. സംഖ്യാപുസ്തകം 22 വാക്യം വായിച്ചാൽ ദൈവം യഹൂദനെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് അവർക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ മോബരും അമ്മോന്യരുമൊക്കെ അവരെ ശപിക്കുവാനും അവരെ നശിപ്പിക്കുവാനും ശ്രമിക്കുമ്പോൾ ആർക്കും മനസ്സിലായില്ല. ബലയാമിന് പൈസ കൊടുത്ത് അവരെ ശമിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആർക്കും മനസ്സിലായില്ല. ഒരു കഴുതയുടെ കണ്ണു തുറന്നു. ആ കഴുത നോക്കിയപ്പോൾ കാണാം, ഈ നടത്തിക്കൊണ്ടുവരുന്ന ജനത്തിന് മുന്നിൽ ദൈവത്തിന്റെ ദൂതൻ നിൽപ്പുണ്ട്. ആ കഴുത വാ തുറന്ന് സംസാരിച്ചു. യെസ്, ഈ രാത്രി ഞാൻ പറയട്ടെ, മോബ്യർക്കും അമ്മോന്യർക്കും മനസ്സിലായില്ല, ലോകത്തിന് മനസ്സിലായില്ല. കഴുതയുടെ കണ്ണു തുറന്നപ്പോൾ ആ കഴുതയ്ക്ക് മനസ്സിലായി അവരുടെ മുന്നിൽ നിൽക്കുന്നത് ദൈവപുത്രനാണ്. അവൻ അവിടെ കിടന്നു. ആ കഴുത ഒരു ചുവട് മുന്നോട്ട് വെക്കാതെ അവിടെ കിടന്നു. ഈ രാത്രിയിൽ പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ പറയട്ടെ, 2ാം പ്രാവശ്യം ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമിയിൽ അവരെ കൊണ്ടുവന്നിരിക്കുന്ന ദൈവമാണ്. ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ലോകം മുഴുവൻ അവർക്ക് വിരോധമായി വോട്ട് ചെയ്തു. UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയത് അഴിക്കുവാൻ സാധ്യമല്ല, അഴിക്കുവാൻ സാധ്യമല്ല, ഇനി അത് അഴിക്കുവാൻ സാധ്യമല്ല. അത് പ്രാബല്യത്തിൽ വരുത്തുവാനേ നിവൃത്തിയുള്ളൂ. എന്നാൽ 67 യുദ്ധത്തിൽ ഇവർ പിടിച്ചെടുത്ത ശേഷം പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ പറയട്ടെ, പത്രങ്ങളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എപ്പോഴും ബോംബ് പൊട്ടുന്നു. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ബോംബ് വെച്ച് കൊല്ലുന്നു, ഷോപ്പിംഗ് മാളിൽ ബോംബിങ്, ബസ്സിൽ ബോംബിങ്. ഈ അറബികൾ, ഈ പലസ്തീനികൾ ബോംബുകൾ വെച്ച് ഇസ്രായേലിനെ തകർക്കുകയായിരുന്നു.
മുന്നോട്ട് പോകുവാൻ ഒരു നിവൃത്തിയില്ല. ഷാരോൺ ഗവൺമെൻറ് ഒരു പദ്ധതി തയ്യാറാക്കി. ലോകം മുഴുവൻ ശബ്ദമുയർത്തി അരുത് അരുത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 750 കിലോമീറ്റർ നീളത്തിൽ വെസ്റ്റ് ബാങ്കിൽ അറബികളുമുണ്ട്, യഹൂദൻ്റെ കുടിപാർക്കുന്ന സ്ഥലമുണ്ട്. അവരുടെ സെറ്റിൽമെൻറ്റ് നോക്കിയേ. അവിടെ അവർ പാർക്കുന്ന മനോഹരമായ കെട്ടിടങ്ങൾ സുരക്ഷിതമാക്കുവാൻ എന്ത് ചെയ്തെന്നറിയാമോ? മതിലുകൾ കിളത്തി. 750 കിലോമീറ്റർ, ചിലയിടത്ത് 8 മീറ്റർ ഉയരം. കണ്ടോ? വെസ്റ്റ് ബാങ്കിൽ കെട്ടിയിരിക്കുന്ന മതിലാണ്. ഈ വേദപുസ്തകത്തിൻ്റെ നിങ്ങൾ ആ ചിത്രങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ വലിപ്പം കണ്ടോ? അറബികൾ ഇന്ന് ബോംബ് പൊട്ടിക്കുവാൻ നിവൃത്തിയില്ല. ഒരു കാലഘട്ടത്തിൽ എപ്പോഴും ബോംബ് പൊട്ടി, ഇന്ന് ബോംബ് പൊട്ടുന്നില്ല. എന്താണ്? ഈ മതിൽ കടന്നു പോകുവാൻ പലസ്തീനികൾക്ക് കഴിയുന്നില്ല. വേദോത്സവത്തിന് ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ആ 36-ാം അധ്യായം ദൈവം വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് പറയുന്ന വാക്കാണ്. ബ്രദേഴ്സ്, 35-ാം വാക്യം. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെ ആയിരുന്നുവല്ലോ. പാഴിശൂന്യമായി ഇടിഞ്ഞു കിടന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവയായി. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, ഫോർട്ടിഫൈഡ്. വെസ്റ്റ് ബാങ്കിലെ പട്ടണങ്ങൾ മതിൽ കെട്ടി സുരക്ഷിതമാക്കിയെന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇറ്റ് ഈസ് ഫോർട്ടിഫൈഡ്. മതിൽ കെട്ടി സുരക്ഷിതമാക്കി. അത്യുന്നതനായ ദൈവമേ, അത്യുന്നതനായ ദൈവമേ, ഞങ്ങൾ ഈ ആകാശത്തിന്റെ കീഴിലിരിക്കുമ്പോൾ നിനക്ക് ഞങ്ങൾ മഹത്വം കരേറ്റുന്നു. ഏതാണ്ട് 2500 വർഷം മുമ്പ് നിന്റെ പ്രവാചകനിലൂടെ രേഖപ്പെടുത്തി വെസ്റ്റ് ബാങ്കിൽ മതിൽ കെട്ടി അവിടം സുരക്ഷിതമാക്കുമെന്ന് രേഖപ്പെടുത്തി. ഞങ്ങളുടെ കൺമുമ്പിൽ അത് കാണുമ്പോൾ നീ എത്ര അത്യുന്നതനെന്ന് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നിന്റെ ആകാശത്തിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് നിന്റെ മഹത്വം ഞങ്ങൾ ദർശിക്കുന്നു. നീ എത്രയോ ഉന്നതനാണ്. യെസ്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ആ മതിലുകൾ കണ്ടല്ലോ. UN-ഉം ലോകരാഷ്ട്രങ്ങളും ഒരുപോലെ ശബ്ദമുയർത്തി, അരുതെന്ന് പറഞ്ഞ് ശബ്ദമുയർത്തി. ബെർലിൻ വാൾ ഇടിക്കുന്നു. ലോകത്തിൽ അനേകം മതിലുകൾ ഇടിച്ചപ്പോൾ ഇസ്രയേലിൽ വെസ്റ്റ് ബാങ്കിൽ സുരക്ഷിതമാകുവാൻ എന്തിനു മതിൽ കളർത്തി? ദൈവവചനം നിവർത്തിക്കുവാൻ. ഇറ്റ് ഈസ് ഫോർട്ടിഫൈഡ് ആൻഡ് മെയ്ഡ് ഇൻആക്സസിബിൾ. കടന്നു ചെല്ലുവാൻ കഴിയാതെ മതിൽ കൊണ്ട് നീ അതിനെ ചുറ്റി സുരക്ഷിതമാക്കി. വെസ്റ്റ് ബാങ്കിനെ കുറിച്ചുള്ള UN-ന്റെ തീരുമാനം അതഴിക്കുവാൻ നിവൃത്തിയില്ല. അതഴിക്കുവാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്രയേൽ രാഷ്ട്രങ്ങളിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനികളുടെ ലിസ്റ്റുകളും അവിടെയുള്ള കമ്പനികളുടെ ലിസ്റ്റുകളും നമ്മൾ പല കമ്പനികളെ കുറിച്ച് കേട്ടു. നിങ്ങൾ ഞാൻ പറയുന്ന സത്യമാണോ എന്ന് പരിശോധിക്കണം. ഡിസംബർ 2016 UN-ന്റെ സെക്യൂരിറ്റി കൗൺസിൽ തീരുമാനമെടുത്തപ്പോൾ UN ജനറൽ അസംബ്ലി മറ്റൊരു തീരുമാനമെടുത്തു. UN ജനറൽ അസംബ്ലി ഡിസംബർ 2017 $1,38,700 ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്താണെന്നറിയാമോ? വെസ്റ്റ് ബാങ്കിൽ, നമ്മൾ കണ്ട വെസ്റ്റ് ബാങ്കിലുള്ള ഇസ്രയേൽ കമ്പനികളുടെ ഡേറ്റാ ബേസ് ഉണ്ടാക്കാൻ $1,38,700 UN ജനറൽ അസംബ്ലി അലോട്ട് ചെയ്തു. അവിടെയുള്ള ഇസ്രയേൽ കമ്പനികളുടെ ലിസ്റ്റിൻ്റെ ഡേറ്റാ ബേസ് ഉണ്ടാക്കാൻ വെസ്റ്റ് ബാങ്കിലുള്ള കമ്പനികൾ എന്തിനാണെന്നറിയാമോ? ഉപരോധത്തിന് വേണ്ടി. ഉപരോധത്തിന് വേണ്ടി UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയത്, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇസ്രയേൽ പറഞ്ഞു, വെസ്റ്റ് ബാങ്കിൻ്റെ 90% ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറാണ്. അപ്പോൾ പലസ്തീനികൾ എന്നാ പറഞ്ഞത്? 90% പോരാ, 100% വേണം. സങ്കീർണമായൊരു പ്രശ്നത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ആ ചിത്രത്തിൽ കണ്ടില്ലേ? വെസ്റ്റ് ബാങ്കിൻ്റെ മധ്യഭാഗത്തിലാണ് പഴയ യെരുശലേം എന്ന് പറയുന്ന പട്ടണം. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ആ പട്ടണമാണ് യഹൂദനെ ശുദ്ധീകരിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന മൂശ. ആ ചിത്രം നോക്കിയാട്ടെ. വെസ്റ്റ് ബാങ്കിൻ്റെ നടുക്കൊരു നക്ഷത്രം കണ്ടോ?
അവിടെയാണ് യെരുശലേം. നിങ്ങൾ ഓർക്കണം, ഇന്നവിടെ കാണുന്ന റാമല്ല, ബേത്ലഹേം, ഈ പട്ടണങ്ങളൊക്കെ പലസ്തീനികളുടെ കയ്യിലാണ്. യെരിഹോ, ബേത്ലഹേം, ഹെബ്രോൻ ആരുടെ കയ്യിലാണ്? പലസ്തീനികളുടെ കയ്യിലാണ്. പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇസ്രായേൽ 90% ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായി. അവർ സമ്മതിക്കുന്നില്ല, UN സമ്മതിക്കുന്നില്ല. ഇസ്രായേൽ പൂർണ്ണമായി മാറണം. ഈ രാത്രിയിൽ ഞാൻ പറയാം, യെരുശലേം അവർ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. അവരുടെ പുണ്യഭൂമിയാണ്, അവരുടെ ദേവാലയം നിന്ന സ്ഥലമാണ്, ലോകത്തിലെ 3 മതങ്ങളുടെ പ്രധാന സ്ഥലം. ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് അവിടെയാണ്, മോറിയാമല. മോറിയാമല ഈ യെരുശലേം ദേവാലയം നിന്നതിൻ്റെ തൊട്ടടുത്താണ്. അവിടെയാണ് ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചത്. അവിടെയാണ് യബൂസ്യരോട് ദാവീദ് വിലയ്ക്ക് വാങ്ങിയത്. അവിടെയാണ് ഓർന്നാന്റെ കളം. അതാണ് ദാവീദ് 500 താലന്ത് സ്വർണം തൂക്കിക്കൊടുത്ത് അവിടെ മേടിച്ചത്. അവിടെയാണ് പിന്നീട് ദേവാലയം പണിതത്. മോറിയ പർവ്വതം തീർന്നില്ലേ? ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തീർന്നില്ലേ? ലോകത്തിലെ എല്ലാ മുസൽമാനെ സംബന്ധിച്ചു അവർ വിശ്വസിക്കുന്നു, ശലോമോന്റെ ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന പാറ, ആ പാറയിൽ നിന്നാണ് മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തെന്ന് അവർ വിശ്വസിക്കുന്നു. 3 മതങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥലം ഇന്ന് യഹൂദന്റെ ദേവാലയം നിന്നടത്ത്. അതിൻ്റെ പേരാണ് ഡോം ഓഫ് ദി റോക്ക്. ഒരു റോക്കിന്റെ മുകളിൽ, പാറയുടെ മുകളിൽ പണിത ഡോമാണ്. അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്നത് ഡോം ഓഫ് ദി റോക്ക്. അതിൻ്റെ അടിയിലാണ് ആ പാറ. ആ പാറയിലാണ് ഇസാക്കിനെ യാഗമർപ്പിച്ചത്. ആ പാറയാണ് യഹൂദന്റെ ദേവാലയത്തിന്റെ അകത്ത് അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന സ്ഥലം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഡോം ഓഫ് ദി റോക്കും ഇപ്പുറത്ത് അൽ-അഖ്സ മോസ്കും, യഹൂദന്റെ ദേവാലയം അവിടെ പണിയണം. എങ്ങനെ പണിയും? ആര് പണിയും? സങ്കീർണമായ പ്രശ്നം. ഞാൻ പറയട്ടെ, 3ാമത്തെ ലോകമഹായുദ്ധം, ഹർമഗദോൻ യുദ്ധം, ഇതോടുള്ള ബന്ധത്തിൽ പൊട്ടിപ്പുറപ്പെടാൻ പോവുകയാണ്. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ന്യൂക്ലിയർ ആയുധമുള്ള ഇസ്രയേൽ, അനേക ന്യൂക്ലിയർ ആയുധമുള്ള രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന ഒരു യുദ്ധം. യേശുക്രിസ്തു പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത മഹാകഷ്ടം, മനുഷ്യൻ മരണം കൊതിക്കുന്ന കാലഘട്ടം. അത്ര ഭയങ്കരമായ ഒരു കാലഘട്ടം. നോക്കാം, സക്കറിയാ പ്രവചനം എടുക്കാം. ഈ UN റെസൊല്യൂഷൻ കുറേശ്ശെ ഞാനും നിങ്ങളും പ്രായമായിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് നമ്മൾ മാറ്റപ്പെടുമോ ഇല്ലയോ അറിയില്ല. എൻ്റെ കൺമുമ്പിൽ കാണുമോ ഇല്ലയോ എനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, ഇത് കാണുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് മധ്യാകാശത്തിൽ വന്നെന്നെ കൊണ്ടുപോകും. ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ മാറ്റപ്പെടും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, യഹൂദനെ ശുദ്ധീകരിപ്പാൻ നാം ഹോശിയ 5:10-15 വായിച്ചു. അവരുടെ കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. സക്കറിയാവ് 12 ആദ്യത്തെ വാക്യം, പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്ത യഹോവയുടെ അരുളപ്പാട്. ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കും. ചുറ്റുമുള്ള സകലർക്കും ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, എന്നെ ആരൊക്കെ കേൾക്കുന്നുണ്ട്, എന്നാൽ ഈ പറയുന്നൂടെ ക്ഷമയോടൊന്ന് കേൾക്കണം. ദൈവം ആദ്യം പറഞ്ഞു, ഞാനാണ് ആകാശം വിരിച്ചത്, ഞാനാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്, ഞാനാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചത്. ഞാൻ പറയുന്നു, യെരുശലേമിനെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾക്ക് മദ്യത്തിൻ്റെ പാനപാത്രമാക്കും. എന്താ അങ്ങനെ പറഞ്ഞത്?
ക്ഷമയോടെ കേൾക്കുക. ഇസ്ലാം സ്ഥാപിച്ചത് ഈ പ്രവചനം പ്രവചിച്ച ശേഷം 1200 വർഷം കഴിയുന്നു. മുഹമ്മദ് നബി മരിക്കുന്നത് AD 622 AD 638 ഇത് സത്യമാണോ എന്ന് ചരിത്രം പരിശോധിക്കുക. AD 638 സൗദി അറേബ്യയിൽ നിന്ന് മുഹമ്മദിന്റെ പിൻഗാമികൾ വാളുമായി പലസ്തീൻ്റെ മണ്ണിലേക്ക് ഇറങ്ങി. അവിടെയുള്ളവരെ കൺവേർട്ട് ചെയ്തു. ആ പ്രദേശം മുഴുവൻ ബെടുക്കളായ അറബികളൊക്കെ അവർ ഇസ്ലാമായി മാറി. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തിലുള്ള എല്ലാ മുസൽമാന്റെയും മൂന്നാമത്തെ പുണ്യഭൂമിയാണ് യെരുശലേം. ചുറ്റും രാഷ്ട്രങ്ങളില്ലായിരുന്നു, ചുറ്റും ഇസ്ലാമിക് രാജ്യങ്ങളില്ലായിരുന്നു. ഈ പ്രവചനം ദൈവം പ്രവചിക്കുമ്പോൾ ചുറ്റും കിടക്കുന്നവർക്ക് AD 638 ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ഇസ്ലാമിക് രാജ്യങ്ങളായത്. ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾക്ക് മദ്യത്തിൻ്റെ പാനപാത്രമാക്കും യെരുശലേം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വേണമെങ്കിൽ ഒരു വാക്യമെടുക്കാം. യെശയ്യാ പ്രവചനം 29 അധ്യായം. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇത് എത്ര ഭയങ്കരമാണ്. ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് ഭയാനകമായ ദിവസങ്ങൾ. യെരുശലേമിനോട് യുദ്ധത്തിന് വരുന്നതാണ് 29 അധ്യായത്തിൻ്റെ വിഷയം. യെശയ്യാ 29. ദാവീദ് പാളയമിറങ്ങിയ നഗരം. ആ നഗരത്തിന് ചുറ്റും യുദ്ധത്തിന് ആളുകൾ കൂടി വരികയാണ്. അതിൻ്റെ 7-ാം വാക്യം, അരിയലിൻ്റെ നേരെ യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം. അതിൻ്റെ 9-ാം വാക്യം, വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവീൻ, അന്ധത പിടിച്ച് കുരുടരാകുവീൻ. അവർ മത്തരായിരിക്കുന്നു വീഞ്ഞുകൊണ്ടല്ലതാനും, അവർ ചാഞ്ചാടി നടക്കുന്നു മദ്യപാനം കൊണ്ടല്ലതാനും. യഹോവ ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു. ആ വാക്ക് കണ്ടോ? അവസാനം യെരുശലേമിനോട് യുദ്ധത്തിന് വരുന്നവർ, വചനം പറയുകയാണ്, അവർ ചാഞ്ചാടി നടക്കുന്നു മദ്യപാനം കൊണ്ടല്ലേ. അവർ മത്ത് പിടിച്ചിരിക്കുന്നു, അത് മദ്യം കൊണ്ടല്ലേ. പിന്നെ എന്തുകൊണ്ടാണ്? ഞാൻ വേറെ ഒരു വാക്യം വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, ഈ വാക്യങ്ങൾ ഞാൻ വായിക്കുകയല്ലാതെ ഞാനത് വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നം മനസ്സിലാക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവർ ഇത് ശ്രദ്ധിക്കുക. ഞാൻ ഓർപ്പിച്ചു, ഇന്നത്തെ വർത്തമാന പത്രങ്ങളിലെ വാർത്തകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം എഴുതി വെച്ചു. യോവേൽ പ്രവചനം എടുത്താട്ടെ. യോവേൽ പ്രവചനം 3-ാം അധ്യായം. സൗന്മാരെ, സ്നേഹിതരെ, യോവേൽ പ്രവചനം 3-ാം അധ്യായം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ ചുറ്റുമുള്ള രാജ്യങ്ങൾ മത്ത് പിടിച്ചവരെ പോലെ യെരുശലേമിനോട് യുദ്ധത്തിന് വരുന്നു. മദ്യം കൊണ്ടല്ല. എന്തുകൊണ്ടാണ്? 3-ാം അധ്യായം 9-ാം വാക്യം, ഇത് ജാതികളിൽ വിളിച്ചു പറയുവീൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ. വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുക. മനസ്സിലായോ? അറബി ഭാഷയിൽ വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ജിഹാദ്, അന്തിമ യുദ്ധം. എന്റെ സഹോദരന്മാരെ, അന്തിമ യുദ്ധം വിശുദ്ധ യുദ്ധമാണ്. യെരുശലേമിന് വേണ്ടിയുള്ള യുദ്ധമാണ്. ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളാണ് നടത്തുന്നതെന്ന്. രാജ്യങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവം എഴുതി വച്ചു. ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ. 11-ാം വാക്യം, ചുറ്റുമുള്ള സകല ജാതികളും. 12-ാം വാക്യം, യഹോശഫാത്ത് താഴ്വരയിലോട്ട് വരിക. ഏതാണ് യഹോശഫാത്ത് താഴ്വര? യെരുശലേമിൻ്റെ മതിൽ കെട്ടി യെരുശലേമിൻ്റെ തൊട്ട് കിടക്കുന്ന താഴ്വര. വിശുദ്ധ യുദ്ധം, ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ. എൻ്റെ സഹോദരന്മാരെ, യെരുശലേമിന് വേണ്ടിയുള്ള യുദ്ധം UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയത് ഈ രാത്രി ഞാൻ പറയട്ടെ, പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ അന്തിമ യുദ്ധം മിക്കവാറും നടക്കും.
ഇന്ന് ഇതിൻ്റെ കാരണം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ പരാജയത്തിന് സമ്മതിക്കില്ല. ലോകരാജ്യങ്ങൾ അവരുടെ നേരെ വരും. ആ യുദ്ധത്തിൻ്റെ വിശദീകരണം ഞാൻ എടുക്കാതെ പറയട്ടെ. ഇസ്രായേൽ ഒരിക്കലും പരാജയത്തിന് സമ്മതിക്കില്ല. എന്താ കാരണം? ഇസ്രായേൽ പരാജയപ്പെട്ടാൽ അവരെയെല്ലാം കൊന്നുകളയും. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുന്നു. ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഒരു രാജ്യം ജയിക്കും, ഒരു രാജ്യം പരാജയപ്പെടും. എന്നെങ്കിലും ഇസ്രായേൽ പരാജയപ്പെട്ടാൽ അറബി രാജ്യങ്ങളെപ്പോഴും ആവശ്യപ്പെട്ടതുപോലെ വരുവേൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം അവരെ തുടച്ചു കളയാം. അവരുടെ സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു. ഇസ്രായേൽ ഒന്നുകിൽ ചാകുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ, AD 70 റോമൻ സൈന്യാധിപനായ തീത്തോസ് ഇസ്രായേലിനെ ആക്രമിച്ച് നശിപ്പിക്കുമ്പോൾ AD 73 ആയപ്പോൾ ഓരോ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് അവസാനം വരുന്നത് മസാദ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. മസാദ എന്ന് പറയുന്ന സ്ഥലം AD 73. അതിൻ്റെ പ്രാധാന്യത കൊണ്ട് ഞാൻ പറയാം. അതിൻ്റെ ചിത്രം കാണിക്കും. ഏറ്റവും ഉയർന്നൊരു കോട്ടയുണ്ട്. അവിടെ 966 യഹൂദന്മാർ അവിടെ മാറി പാർക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണവും ആയുധവും വെള്ളവും എല്ലാം ശേഖരിച്ചുകൊണ്ട് AD 70 തീത്തോസ് ആരംഭിച്ചു യഹൂദനെ കൊല്ലുവാൻ. AD 73 ആയപ്പോൾ അവശേഷിച്ച ഏകഭാഗം, യെരുശലേമിന്റെ പ്രാന്തപ്രദേശത്ത് അവശേഷിച്ച ഏകഭാഗം മസാദ. മസാദ എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു കോട്ടയാണ്. അവിടെ 966 യഹൂദന്മാർ അവർ കുടുംബമായി അവിടെ പാർക്കുന്നുണ്ടായിരുന്നു. നോക്കിയാട്ടെ, മസാദയുടെ ചിത്രം കണ്ടോ? മസാദ സാധാരണ ശത്രുവിനെ കയറി ചെല്ലുവാൻ നിവൃത്തിയില്ല. മോളിൽ കാണുന്നത് മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു കോട്ട. ഇസ്രായേൽ 966 പേരവിടെയുണ്ട്. റോമൻ സൈന്യാധിപനായ തീത്തോസിന്റെ സൈന്യം അടുക്കുകയാണ്. അത് AD 73 അപ്പോൾ അവർക്ക് മനസ്സിലായി മസാദയും റോമാക്കാർ പിടിച്ചെടുക്കും. എന്താന്ന് ചെയ്തത്? 966 യഹൂദന്മാർ അവരുടെ ഭാര്യമാരെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ 2 ഗ്രൂപ്പായി മാറി. 2 തലവന്മാരെ നിയമിച്ചു. അന്യോന്യം കൊല്ലുവാൻ പറഞ്ഞു. ഈ യഹൂദൻ അവരെ കൊല്ലുന്നു, ആ യഹൂദൻ ഇവനെ കൊല്ലുന്നു. സ്വന്തം മക്കളെയും ഭാര്യമാരെയും അവരുടെ വാൾ കൊണ്ട് അവർ വെട്ടി വീഴ്ത്തി. അവസാനം ഒരാൾ ശേഷിച്ചു. ആ മനുഷ്യൻ വാൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ വാളിൽ വീണു മരിച്ചു. റോമൻ പടയാളികൾ ഈ പടികൾ കയറി മോളിൽ ചെല്ലുമ്പോൾ ഒരു യഹൂദനും ജീവനോടില്ല. അവരെല്ലാം മരിച്ചു കിടക്കുകയാണ്. ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാൻ അവർ സമ്മതിച്ചില്ല. ഇന്ന് ഇസ്രായേൽ പടയാളികൾ അവർ ട്രെയിനിങ് എടുത്ത ശേഷം ആയുധങ്ങൾ കയ്യിലെടുത്ത് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പോരാടുമെന്ന് അവർ ശപഥം ചെയ്യുന്നത് മസാദയിൽ ചെന്നിട്ടാണ്. ഇസ്രായേൽ സൈന്യം ഒത്തെടുക്കുന്നത് മസാദയിൽ ചെന്നിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാൻ സമ്മതിക്കില്ല. 1973 യോം കിപ്പർ യുദ്ധം, വടക്ക് നിന്ന് സിറിയയും തെക്ക് നിന്ന് ഈജിപ്തും കൂടെ ആ മഹാപാപ പരിഹാര ദിവസം ഇസ്രായേലിനെ ആക്രമിച്ച് ഏതാണ്ട് അവരെ നശിപ്പിക്കുവാൻ അകത്തോട്ട് കയറി. പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ല. ഗോൾഡ മേയർ പ്രൈം മിനിസ്റ്ററാണ്. ആ രാത്രിയിൽ അവരൊന്നിച്ചുകൂടി സൈന്യത്തിൻ്റെ ഒരു തന്ത്രം പടഞ്ഞു. ആ തന്ത്രത്തിന് കൊടുത്ത പേര് സാംസൺ ഓപ്ഷൻ, ശിംശോന്റെ തെരഞ്ഞെടുപ്പ്. 2 വർഷം കഴിഞ്ഞാണ് ലോകം അറിഞ്ഞത് എന്താണ് ശിംശോന്റെ തെരഞ്ഞെടുപ്പ്. ശിംശോൻ മരിക്കുകയാണ്. ശത്രുവിനെ വകവരുത്തുമ്പോൾ അവനെ കൂടെ കൊന്നിട്ട് മരിക്കാം. 73 ശിംശോന്റെ തെരഞ്ഞെടുപ്പ് എടുത്തു. 13 ന്യൂക്ലിയർ ബോംബ് എടുത്തു. ഇസ്രായേൽ പരാജയപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ 13 ന്യൂക്ലിയർ ബോംബ് 73 എടുത്തു. അവരുടെ എയർഫോഴ്സിന് കൊടുത്ത് ചുറ്റുമുള്ള രാജ്യങ്ങളെ കത്തിക്കുമ്പോൾ ഞങ്ങളും കൂടെ നശിക്കട്ടെ. എന്നാൽ 73 ആ ആയുധങ്ങൾ എടുക്കുന്നത് റഷ്യൻ സാറ്റലൈറ്റിന്, അമേരിക്കൻ സാറ്റലൈറ്റിനെ കാണുവാൻ ഇസ്രായേൽ അനുവദിച്ചു. അവർ വാർത്ത ഈജിപ്തിന് കൊടുത്തു. യുദ്ധത്തിൻ്റെ ഗതി മാറിയത് കൊണ്ട് 73 ലോകം ഒരു ന്യൂക്ലിയർ യുദ്ധം കണ്ടില്ല. ഞാൻ എന്തിനിത് പറഞ്ഞു? ലോകം ഇസ്രായേലിനോട് യുദ്ധത്തിന് വരും. UN ഈ പാസാക്കിയത് പ്രാബല്യത്തിൽ വരുത്തുവാൻ
ലോക സൈന്യം കുവൈറ്റിൽ കടന്നുപോലെ പോകേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ അതാണ് പറയുന്നത്. അതിൻ്റെ തെളിവ് ഞാൻ പറയാം. അതിൻ്റെ 14-ാം അധ്യായം എടുത്ത് സക്കറിയ പ്രവചനം 14-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യെരുശലേം പിടിക്കുമെന്നല്ല, യെരുശലേം മൊത്തം പിടിക്കുമെന്നല്ല. എങ്ങനെയാ പറയുന്നത്? 2-ാം വാക്യം, സക്കറിയ 14:2, ഞാൻ സകല ജാതികളെയും യെരുശലേമിനോട് യുദ്ധത്തിന് കൂട്ടി വരുത്തും, നഗരം പിടിക്കപ്പെടും, വീടുകളെ കൊള്ളയടിക്കും, സ്ത്രീകളെ വഷളാക്കും, നഗരത്തിൽ പാതി പ്രവാസത്തിൽ പോകും, ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടില്ല. എന്തിനാ ദൈവം അങ്ങനെ എഴുതിയത്? യെരുശലേമിന്റെ പാതി നിൽക്കും, പാതി ഛേദിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, 67 യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തത് അവരുടെ കിഴക്കേ യെരുശലേം പാതി യെരുശലേമാണ്. യോഹന്നാൻ ആവശ്യപ്പെടുന്നത് അത് വിട്ടുകൊടുക്കാൻ. പാതി യെരുശലേം, 48 പാതി യെരുശലേം യോർദാന്റെ കയ്യിലായി. 1950 യോർദാൻ അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി. 67 യുദ്ധത്തിൽ പാതി യെരുശലേം ഇസ്രായേൽ എടുത്തു. അന്ത്യകാലത്ത് ലോക സൈന്യങ്ങൾ വന്ന് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ഇവിടെ രേഖപ്പെടുത്തിയ പോലെ പാതി യെരുശലേം പിടിച്ചെടുക്കും. എന്നാൽ പാതി പട്ടണം പ്രവാസത്തിൽ പോകില്ലേ. അന്ന് ന്യൂക്ലിയർ ആയുധമാണോ ഉപയോഗിക്കുന്നത്? ഞാനൊരു വാക്യം വായിക്കാം. ആർക്കും അറിയത്തില്ലായിരുന്നു ഇത് ന്യൂക്ലിയർ ആയുധമാണെന്ന്. എന്നാൽ അവിടെ രേഖപ്പെടുത്തിയ നോക്കിയേ, 12-ാം വാക്യം, 14:12, യെരുശലേമിനോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും, അവരുടെ നാവ് വായിൽ ചീഞ്ഞഴുകിപ്പോകും. ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുമ്പോൾ നിവർന്നു നിൽക്കുന്നവരുടെ മാംസം ചീഞ്ഞഴുകും. ആർക്കും അത് മനസ്സിലായില്ല. 1945 ഹിരോഷിമയിൽ ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടി. അന്ന് 60 മൈൽ ദൂരെ നിന്ന വെള്ളക്കാരൻ ആകാശത്തെ മഷ്റൂം ക്ലൗഡ് കണ്ടു, ഒരു കൂട് പോലെയുള്ളത് കണ്ടു. അദ്ദേഹം ഓടിച്ചെന്നു കാറെടുത്ത് എന്ത് സംഭവിച്ചു? അദ്ദേഹം കണ്ടത് ഞാൻ എൻ്റെ നോട്ട്സിൽ കുറിച്ചു വെച്ചു. അദ്ദേഹം പറഞ്ഞു, പ്ലെയിനിൻ്റെ ശബ്ദം കേട്ടു, വെടിവെച്ചിടാമെന്ന് കരുതി ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു. 18,000 അടി കളരത്തിൽ വിമാനം വന്നപ്പോൾ ബോംബ് വർഷിച്ചു. 1800 അടി കളരത്തിൽ വെച്ച് ബോംബ് പൊട്ടി. എൻ്റെ കൂടെയുള്ളവരുടെ തലച്ചോറ് പൊട്ടി. മുട്ട പൊരിക്കുന്ന പോലെ തലച്ചോറ് പൊരിച്ച് പുറത്തു വന്നു. കണ്ടടത്തിൽ കണ്ണഴുകി മെഴുക് പോലെ ഒഴുകിപ്പോയി. മാംസം വായുടെ ഉള്ളിൽ അഴുകിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡിനെ എത്രയോ കണിശമായി ഭാഗിക്കുമ്പോൾ അത്രയും സമയത്തിൻ്റെ ഉള്ളിൽ അന്തരീക്ഷത്തിൻ്റെ ചൂട് 150 ദശലക്ഷം ഡിഗ്രി ഫാരൻഹീറ്റായി ഉയരുമ്പോൾ മനുഷ്യൻ നിവർന്നു നിൽക്കുകയാണ്, നിലത്ത് വീഴത്തില്ല. നിവർന്നു നിൽക്കുമ്പോൾ തന്നെ മാംസം ചീഞ്ഞഴുകും, കൺതടത്തിൽ ചീഞ്ഞഴുകും. ന്യൂക്ലിയർ റേഡിയേഷൻ ഒരു സെക്കൻഡിനുള്ളിൽ, ഒരു സെക്കൻഡിൻ്റെ ഒരു അംശത്തിനുള്ളിൽ അത് ഹിരോഷിമയിൽ സംഭവിച്ചു. ഹിരോഷിമയിലെ ഇന്നത്തെ ബോംബിൻ്റെ മുന്നിൽ വെറും പടക്കങ്ങൾ മാത്രം. അത് കിലോ ടൺ, ഇന്ന് മെഗാ ടണ്ണുകൾ ബോംബുകൾ അത് പൊട്ടിക്കും. ഇസ്രയേൽ അത് പൊട്ടിക്കും. ഇസ്രയേലിൻ്റെ കയ്യിലതുണ്ട്. പ്രാണരക്ഷാർത്ഥം 74 അവർ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ അന്ന് അവരുപയോഗിക്കും. ലോകമൊരു ന്യൂക്ലിയർ യുദ്ധത്തിൻ്റെ വക്കിലാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം സംഭവിക്കും. ഈ ഭയാനകമായ ലോകരാഷ്ട്രങ്ങൾ വന്നവരെ ഉപദ്രവിക്കുമ്പോൾ ദൈവം മറ്റൊരു കാര്യം ചെയ്യും. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, അന്ന് ഞാൻ യെരുശലേമിൻ്റെ നേരെ വരുന്ന സകല ജാതികളെ നശിപ്പിപ്പാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. അവർ തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദിയാതനെക്കുറിച്ച് വ്യസനിക്കുന്ന പോലെ അവൻ അവരെക്കുറിച്ച് വ്യസനിക്കും. അവർ കരയും. ഹോശേയ 5:15 എന്താ പറഞ്ഞേ? അവരുടെ കഷ്ടതയിൽ അവരെന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. അവർ കരയും. 2000 വർഷം മുമ്പ് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന യേശു ക്രിസ്തു ഞങ്ങളുടെ മശിഹയായിരുന്നു. അയ്യോ, ഞങ്ങളവനെ ക്രൂശിച്ചോ? അവനെ ഓർത്തവർ കരയും. അന്ന് ആരും ഇസ്രായേലിന്റെ പക്ഷത്തില്ലാത്തപ്പോൾ
യെശയ്യാവ് 63 എടുത്ത് നമ്മൾ എസെക്കിയേൽ 35 ഏദോമ്യരെ കുറിച്ച് വായിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ വിശ്വസിക്കുന്നു ഏദോമ്യർ ആധുനിക പലസ്തീനികളാണ്. തെളിയിച്ച് തരുവാൻ എനിക്ക് സമയം പോരാ. എന്നാൽ യെശയ്യാവ് 63 ഒരു വാക്യം ഞാൻ വായിച്ചോട്ടെ. അനേക വാക്യങ്ങളിൽ ഒരു വാക്യം, യെശയ്യാവ് 63 അതിൻ്റെ ആദ്യത്തെ വാക്യം, ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്ന ഇവൻ ആരാണ്? നാം ചിത്രത്തിൽ കണ്ടു, ഏദോമ്യര് ജോർദാൻ്റെ അടുക്കൽ കിടക്കുന്ന ഏറിയ പങ്കും പലസ്തീനികളാണ്. നിങ്ങൾക്കറിയാമോ, അനേക പ്രാവശ്യം ഞാൻ ജോർദാൻ സന്ദർശിച്ചിട്ടുണ്ട്. ജോർദാനിലെ ജനങ്ങൾ 80-90% പലസ്തീനികളാണ്. ഏദോമിൽ വസിക്കുന്ന ഏറിയ പങ്കും പലസ്തീനികളാണ്. നോക്കുക, അവിടെ നിന്ന് ദൈവപുത്രൻ വരുന്നു. എന്തിനാണ്? ആരാണിത്? ദൈവത്തിൻ്റെ പുത്രനാണ്. ഇവിടെ വായിക്കുന്നു 3-ാം വാക്യം, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ മെതിച്ചു, എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. ഞാൻ നോക്കി, 5-ാം വാക്യം, സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. അതിൻ്റെ അവസാനം 6-ാം വാക്യം, ഞാൻ എൻ്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. വായിപ്പാൻ എടുപ്പാൻ എനിക്ക് സമയമില്ല. എൻ്റെ സ്നേഹിതരെ, മധ്യപൂർവദേശം, മാളയുടെ പ്രദേശം, ചേന്നമംഗലത്തിൻ്റെ പ്രദേശം, കൊടുങ്ങല്ലൂരും പറവൂരിൻ്റെ പ്രദേശം ഈ രാത്രിയിൽ ഒരു സാക്ഷ്യം പറയുന്നു. ഇവിടെയുള്ള യഹൂദൻ അങ്ങോട്ട് പോയി. അവരാരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരല്ല. അവർ ക്രിസ്തുവിനെ ഏറ്റുപറയാതെ ക്രിസ്തു രാജാവായി ഭൂമിയിൽ വരില്ല. അവർ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നത് സക്കറിയാവ് 12 നമ്മൾ കണ്ടു. അവരുടെ വലിയ കഷ്ടതയുടെ നടുവിലാണ്. കുത്തിവെങ്കിലേക്ക് നോക്കിയവർക്കറിയും. എന്നാൽ അതിനു മുമ്പ് 7 വർഷം മുമ്പ് പാവപ്പെട്ട നമ്മളെ അവൻ്റെ സന്നിധിയിലേക്ക് ചേർക്കും. സ്തോത്രം. ഭൂമിയിലെങ്ങും വരുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. അവൻ തൻ്റെ സഭയോട് വാക്ക് പറഞ്ഞു. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് എഴുതി, വരുവാനിരിക്കുന്ന കോപത്തിൽ നമ്മളെ വിടുവിക്കുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് നാം കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ വരുന്നു പ്രിയപ്പെട്ടവരെ, അവൻ വേഗം വരുന്നു പ്രിയപ്പെട്ടവരെ. നാം എത്ര ധന്യരാണ്. ഈ രാത്രി ഞങ്ങളെ കേൾക്കുന്നവരോട് പറയട്ടെ, നാം എത്ര ധന്യരാണ്. ലോകത്തിലെ ആളുകൾക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയില്ല, ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. പാവപ്പെട്ട ദൈവജനം ആ 1-ാം പ്രാവശ്യം ഈജിപ്തിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചു വന്നപ്പോൾ ആ കഴുത കണ്ട് മനസ്സിലാക്കിയതുപോലെ പാവപ്പെട്ട ദൈവജനം ഇതറിയുകയാണ്. ഈ മാളയുടെ പ്രദേശത്തെക്കുറിച്ച് നാം ചിന്തിച്ചതിൻ്റെ കാരണം, ദൈവത്തിൻ്റെ കരം ഞങ്ങൾ കാണുന്നു. ദൈവമേ, അത്യുന്നതനായ ദൈവമേ, നിന്റെ കരത്തിൻ്റെ ബലം ഞങ്ങൾ കാണുന്നു. നിന്റെ പ്രവൃത്തി ഞങ്ങൾ കാണുന്നു. നിന്റെ വചനം സത്യമാണ് ദൈവമേ. നിന്റെ വചനം കൃത്യമാണ് ദൈവമേ. നീ പറഞ്ഞതൊക്കെ അതുപോലെ നടന്നെങ്കിൽ ഇനി ബാക്കിയുള്ളത് നടക്കും. ഞങ്ങളുടെ ജീവിതം എത്രയോ ക്രമീകരിക്കണം. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എത്രയോ ക്രമീകരിക്കണം, എത്രയോ പ്രാർത്ഥിക്കണം, എത്രയോ വിശുദ്ധന്മാരായി ജീവിക്കണം. അവൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കാൻ പോവുകയാണ്. അവനെ നമ്മൾ കാണാൻ പോവുകയാണ്. ആ കൃപയുടെ വലിപ്പം നമ്മൾ ദർശിക്കാൻ പോവുകയാണ്. നമുക്ക് വേണ്ടി കരുതിയ കരുതലിൻ്റെ വലിപ്പം നമ്മൾ കാണാൻ പോവുകയാണ്. നമുക്ക് വേണ്ടി അടികളേറ്റ, നമുക്ക് വേണ്ടി തുപ്പലേറ്റ, നമുക്ക് വേണ്ടി മുറിവുകളേറ്റ മുഖം നാം കാണും. വേഗം കാണും. കർത്താവേ, ഞങ്ങളുടെ വേദനകളൊക്കെ വേഗം തീരുമല്ലോ. നീ പറഞ്ഞ പോലെ അല്പകാലം കൂടെ ഉള്ളല്ലോ. ഞങ്ങൾക്കിത് ഗ്രഹിപ്പാൻ തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാതെ, സമാധാനമില്ലാതെ, ലക്ഷ്യമില്ലാതെ ജീവിതത്തിൽ കഴിയുന്നെങ്കിൽ, 22 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനായി ഞാൻ ജീവിക്കുമ്പോൾ ബോംബെയുടെ ദേവനാറിൻ്റെ മലയുടെ അടിയിൽ പോയിരുന്ന് എന്തിന് ജീവിക്കുന്നു? എന്തുകൊണ്ട് ജീവിതത്തിന് അർത്ഥം? ശൂന്യമാണല്ലോ, സമാധാനമില്ലല്ലോ, എന്തിന് ജീവിക്കുന്നുവെന്ന് കരുതിയ ചെറുപ്പക്കാരനാണ് ഞാൻ. ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഉഴന്നു നടന്നു.
ആ വർഷം ഒരു ദൈവദാസൻ എന്നോട് സംസാരിച്ചു. അന്ന് ഞാൻ മുട്ടുമടക്കി. 22 വയസ്സിൽ അനേകരുടെ മുന്നിൽ ഞാൻ ലജ്ജയില്ലാതെ മുട്ടുമടക്കി കണ്ണുനീരോടെ യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സമാധാനം, എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഐശ്വര്യം എനിക്ക് വർണ്ണിപ്പാൻ നിവൃത്തിയില്ല. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാത്തവരായി, ലക്ഷ്യബോധമില്ലാത്തവരായി, നിത്യജീവൻ്റെ അവകാശികളാണെന്ന് ഉറപ്പില്ലാതെ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നിങ്ങളോട് ഒരു വാക്ക് ഞാൻ ഓർപ്പിക്കട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്നത്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഞാൻ എബ്രായ ലേഖനത്തിൽ നിന്ന് ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നവൻ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അവൻ വേഗം വരാൻ പോവുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരോട് ഓർപ്പിക്കട്ടെ, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ അവസാന ഭാഗം, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അവൻ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന്. നിങ്ങൾ പാപം ചെയ്തു, ഞാൻ പാപം ചെയ്തു, അരുതാത്തത് പറഞ്ഞു, പ്രവർത്തിച്ചു. എവിടെ പരിഹാരം? വിശുദ്ധനായ ദൈവം, നീതിമാനായ ദൈവം, ആ ദൈവത്തിന് മുന്നിൽ എങ്ങനെ പരിഹാരം? നിത്യനരകം മാത്രമേ നമുക്കുള്ളൂ. ഒരിക്കലും നമുക്ക് നിത്യാവകാശം സ്വർഗം ഒരിക്കലും കാംക്ഷിക്കുവാൻ നിവൃത്തിയില്ലാതെ പാപികളായി തീർന്നു. നമ്മൾ ലക്ഷ്യമില്ലാതെ നമ്മൾ ഉലഞ്ഞു നടക്കുന്നവരായി മാറി. നമ്മളെ സ്നേഹിച്ചതിൻ്റെ ഫലമായി അവൻ സ്വർഗം വിട്ട് ഭൂമിയിൽ വന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ വലുപ്പം ഒരു നിമിഷം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള, പലപ്പോഴും അത് വായിക്കുമ്പോൾ ഹൃദയത്തെ സ്പർശിക്കുന്നുകൊണ്ട് ആ ഭാഗം കൂടെ പറഞ്ഞ് എൻ്റെ പ്രസംഗം ഞാൻ നിർത്തും. പ്രാർത്ഥിച്ചിട്ട് പ്രിയപ്പെട്ടവരെ പോകാവൂ എന്ന് ഞാൻ വിനീതമായി ആവശ്യപ്പെടുന്നു. സൗരന്മാരെ, ഇത്ര ഗൗരവമേറിയൊരു വിഷയം ഇത്ര വ്യക്തമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ കൊടുത്തിട്ട് മാത്രമേ ഇവിടെ നിന്ന് പോകാവൂ എന്ന് ദയവായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലേവ്യ പുസ്തകത്തിൽ അനേക യാഗങ്ങളുടെ വിശദീകരണം ദൈവം തരുമ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ്റെ മരണം കണ്ടുകൊണ്ടാണ് കൽപ്പിച്ചത്. ഞാനതിലൊരു കാര്യം വായിച്ചോട്ടെ. അതിൻ്റെ 22-ാമത്തെ അധ്യായം. അവിടെ ദൈവം കൊടുത്തൊരു പ്രമാണം യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തത്. 22-ാം അധ്യായത്തിൻ്റെ 26 തൊട്ടുള്ള വാക്യം. യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തെന്നാൽ, ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ 7 ദിവസം തള്ളയുടെ അടുക്കലിരിക്കണം. 8-ാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായി പ്രസാദമാകും. പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും ഒരു ദിവസത്തിൽ അറുക്കരുത്. ദൈവം ഒരു പ്രമാണം കൊടുത്തു. ഒരു പശുവിനൊരു കുട്ടി പിറന്നു. ആ കിടാവ് തള്ളയുടെ അടുക്കൽ 7 ദിവസം ഇരിക്കണം. 8-ാം ദിവസം അതിനെ യാഗമായി അർപ്പിക്കാൻ എടുക്കാം. ഒരു നിമിഷം ഞാൻ ചോദിച്ചോട്ടെ, ഒരു പശു പിറന്നാൽ അതിൻ്റെ കുഞ്ഞിനെ ആ തള്ളലാളിക്കുന്നു, അതിനെ നക്കുന്നു, അതിന് പാല് കൊടുക്കുന്നു. ആ മൃഗം അതിൻ്റെ സ്നേഹം ആ കൊച്ചു കിടാവിനോട് കാണിക്കുന്നു. 7 ദിവസം തള്ളയുടെ ചൂടേറ്റ് അതിൻ്റെ പാല് കുടിച്ച് അതിൻ്റെ സ്നേഹം അനുഭവിച്ച കൊച്ചു കിടാവിനെ 8-ാം ദിവസം യാഗമാക്കുവാൻ ഒരു യഹൂദൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ യാതൊരു തർക്കവുമില്ല, ആ കൊച്ചു കിടാവ് കിടന്ന് കരയും. ക്രൂശിൽ എന്താണ് കേട്ടത്? ഉറക്കെ കരഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ കരച്ചിൽ ദൈവം കേട്ടു. ഈ തള്ള പശുക്കുറ്റിയിൽ കെട്ടിക്കിടക്കുകയാണ്. അതിന് സ്വയമായി ഈ കിടാവിനെ രക്ഷിപ്പാൻ നിവൃത്തിയില്ല. സർവശക്തനായ ദൈവം എന്തിനും അവനുമായിരുന്നു. ഒരു വാക്ക് പറഞ്ഞാൽ ശത്രുക്കൾ ഭസ്മമാകും. എന്നാൽ ഈ രാത്രി ഓർക്കുക, യോഹന്നാൻ 3:16 വായിക്കുന്നു, തൻ്റെ
ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു. തൻ്റെ പുത്രൻ കരഞ്ഞപ്പോൾ അവനെ വിടുവിക്കാതെ തന്നത് എന്നെ സ്നേഹിച്ചു. തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നവൻ, അവൻ്റെ ക്രൂശ് മരണം അംഗീകരിക്കുന്നവർ, എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിച്ച് ജീവിതം തുറന്നു കൊടുത്ത് അവന് വേണ്ടി ജീവിതം അർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ രക്ഷിപ്പാൻ ദൈവം രക്ഷയുടെ വാതിലൊരുക്കുകയായിരുന്നു തൻ്റെ പുത്രനിലൂടെ. ആ കൊച്ചുകിടാവിൻ്റെ കരച്ചിലിന് തള്ള പ്രതികരിക്കാൻ സാധിക്കാതെ വന്നതുപോലെ കർത്താവിൻ്റെ കരച്ചിലിന് പിതാവ് മറുപടി കൊടുത്തില്ല. നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ആ സ്നേഹം അവഗണിക്കാതെ ഇന്ന് രാത്രിയിൽ ആ ദൈവസ്നേഹത്തെ സ്വീകരിക്കുമോ? പ്രാർത്ഥിക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും കണ്ണടച്ച് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരാത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാട്ടിലും വിലപ്പെട്ടതാണ്. നാളെ എന്നുള്ളത് നമ്മുടെ മുന്നിലില്ല. ദൈവം നമുക്ക് നൽകപ്പെട്ട അടയാളം വളരെ ശക്തമായി നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. യഹൂദനെ അടയാളമായി നൽകി. ലോക ചരിത്രം നാം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. നാം പ്രിയമിച്ച കർത്താവ് ഏത് സമയത്തും വരും. പാപം കൂടാതെ നമ്മുടെ രക്ഷയ്ക്കായി രണ്ടാമത് പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ സ്നേഹിതർ ആരെങ്കിലും, ഈ രാത്രി ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഈ ദൈവപുത്രനെ ഇതുവരെയും ജീവിതത്തിൽ അംഗീകരിച്ച് രക്ഷിക്കപ്പെടാതെ, ഉറപ്പില്ലാതെ ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം, അവനോടൊരു ഉടമ്പടി ചെയ്ത ദിവസം നിങ്ങളുടെ ജീവിതത്തിലില്ലെങ്കിൽ, ഈ രാത്രി ഈ ദൈവപുത്രന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചെന്നുള്ളത് വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതം അവന് വേണ്ടി സമർപ്പിക്കുമോ? നിങ്ങളങ്ങനെ ചെയ്താൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളായി മാറും. നിങ്ങൾക്ക് ദൈവമകനായി മാറുവാൻ കഴിയും. സമാധാനമുള്ളവരായി, പ്രത്യാശയുള്ളവരായി, ഐശ്വര്യമുള്ളവരായി തീരും. നിത്യഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. ഈ രാത്രി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇരിക്കുന്നിരിപ്പിടത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയത്തെ വിനയപ്പെടുത്തുന്നു, എൻ്റെ ഉള്ളത്തിൽ വരണം. എൻ്റെ പാപവഴികളെ ഞാൻ ഉപേക്ഷിക്കുന്നു, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ നിന്നെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങൾ ദൈവവേദലായി. സ്വർഗം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. കർത്താവ് പറഞ്ഞു, മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ മുന്നിൽ ഞാൻ ഏറ്റുപറയും. ഇന്ന് രാത്രിയിൽ അവനെ ഏറ്റുപറയുമോ? ഞങ്ങളെ കേൾക്കുന്ന ആരും തന്നെ രക്ഷിക്കപ്പെടാതുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഈ കർത്താവിനെ സ്വീകരിക്കാതെ ഉറങ്ങരുത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, കാലം കഴിയാറായി, അവന് വേഗം വരാറായി. ആ കരങ്ങളൊന്ന് കോർത്തു പിടിച്ച് അവന് വേണ്ടി നമുക്ക് നിൽക്കാം. ഭിന്നതകൾ വെടിയാം, എല്ലാം നമുക്ക് മറക്കാം. ഈ കർത്താവിനെ ഉണ്മയായി സ്നേഹിച്ച് അവന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ എത്ര മറുതലിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും, നിങ്ങൾ എത്ര പാപം ചെയ്തൊരു വ്യക്തിയാണെങ്കിലും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ പാപത്തെ തൻ്റെ പുത്രൻ്റെ ചോരയാൽ കഴുകി വെടിപ്പാക്കി നിങ്ങളുടെ പാപത്തെ ഹിമം പോലെ വെളുപ്പിച്ച് തരുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ ദൈവത്തിന് അത് സാധിപ്പിക്കുവാൻ ഒരു മാർഗമേ ഉള്ളൂ. തൻ്റെ പുത്രനിൽ കൂടെ നിങ്ങളെ നീതീകരിപ്പാനും ദൈവത്തോട് നിരപ്പ് ലഭിപ്പാനും നിങ്ങളെ ദൈവത്തിന് അംഗീകരിപ്പാനും കഴിയും. ദൈവസന്നിധിയിൽ നിങ്ങൾ അടുത്തു വരണം. നിങ്ങളുടെ പാപത്തെ ഉപേക്ഷിച്ച് നിങ്ങൾ അനുദപിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ പാപത്തിന് നീ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവത്തോട് നിങ്ങളുടെ ഹൃദയം ഉയർത്തി ആ കരങ്ങൾ നീട്ടിപ്പിടിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കൽ നിങ്ങൾ അടുത്തു വന്നാൽ നിങ്ങൾക്ക് നിരപ്പ് ലഭിക്കും. നിങ്ങൾ രക്ഷിക്കപ്പെടും. നിങ്ങളൊരു ദൈവവേദലായി മാറും. ഈ പ്രത്യേക യഹൂദൻ്റെ വിശേഷത എന്ന ഈ യഹൂദനെക്കുറിച്ചുള്ള ഈ പ്രഭാഷണവും അതിൻ്റെ ക്ലിപ്പിങ്സും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇവിടെ നിന്ന് പോകാം. ജീവിതം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദി നിങ്ങളാണ്. നിങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ ഒരു സ്വതന്ത്ര ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളുടെ തീരുമാനം ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്.
ഈ കർത്താവിനെ ഇപ്പോൾ തന്നെ സ്വീകരിക്കുക. നിങ്ങൾക്ക് അതിന് മനസ്സുണ്ടെങ്കിൽ ലളിതമായൊരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഞാൻ ആ പ്രാർത്ഥനയുടെ വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദൈവമേ, ഞാനൊരു പാപിയായ വ്യക്തിയാണ്. ദൈവമേ, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണം. എൻ്റെ പാപത്തിനു വേണ്ടി നിൻ്റെ പുത്രൻ ക്രൂശിൽ മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി മരിച്ച കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ജീവിതം അങ്ങേക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. പാപവഴികളിൽ പോകാതെ നിന്നെ സ്നേഹിച്ച് ജീവിപ്പാൻ എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി ഞാൻ തരുന്നു. കർത്താവ് വാക്ക് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കില്ല. ക്രിസ്തു മൂലം നിങ്ങളെ നിരപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ അടുത്തു വരിക, പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഞങ്ങൾ നിനക്ക് മഹത്വം കരയറ്റുന്നു. യഹൂദൻ്റെ പ്രത്യേകത, വിശേഷത എന്തെന്ന് ഞങ്ങൾ ഇരുന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. അവരെക്കുറിച്ചുള്ള വാർത്തകളും അവരെക്കുറിച്ചുള്ള ക്ലിപ്പിങ്ങളും ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയായിരുന്നു. ഞങ്ങളൊരു സത്യം മനസ്സിലാക്കുന്നു, അവരെ ഒരു പ്രത്യേക ജനമാക്കി അവിടെ തീർത്തു. അവിടുത്തെ വാക്കുകൾക്ക് മാറ്റമില്ല. അവിടുന്ന് പറയുന്ന വാക്കുകൾ അതിൻ്റെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ല. ഞങ്ങളുടെ മുന്നിൽ അവരുടെ ചരിത്രം, നിൻ്റെ വാക്കുകൾ സത്യമെന്നും നീ വാക്ക് മാറാത്ത ദൈവം എന്നുള്ളതും ഞങ്ങളെ മനസ്സിലാക്കി തരുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് കാരണമായി. പാപികളെ നിരപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ നൽകി. അവൻ്റെ മരണത്തിലൂടെ പാപികൾക്ക് നിരപ്പ് ലഭിപ്പാൻ ദൈവം ഒരു മാർഗം ഒരുക്കി തന്നു. ഞങ്ങളെ കേൾക്കുന്നവർ ആരും നഷ്ടപ്പെട്ട് പോകാതെ സ്വർഗം കരസ്ഥമാക്കുവാൻ നിൻ്റെ പുത്രനിലൂടെ നിൻ്റെ അടുക്കൽ വരുവാൻ അവർക്ക് കൃപ കൊടുക്കണം. കർത്താവ്, ഞങ്ങളെ കേൾക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകരുത്. അവർ നിത്യ സൗഭാഗ്യം അനുഭവിച്ച് സമാധാനവും സന്തോഷവും സൗഭാഗ്യം അനുഭവിപ്പാൻ ഈ പ്രഭാഷണം കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് മൂലം നീ ഇടയാക്കണം. നിനക്ക് ഞങ്ങൾ മഹത്വം തരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.